കൃപയൊഴുകും സമയമിതാ ഇതാ ഇതാ അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ കൃപയൊഴുകും സമയമിതാ ഇതാ ഇതാ അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ ഭൂമിയിലെ സ്വർഗം ഇതു തിരുവുത്ഥാനദിനം ഭൂമിയിലെ സ്വർഗം ഇതു തിരുവുത്ഥാനദിനം അഖിലാണ്ടങ്ങളും ഒരുപോൽ കുമ്പിൽ ഈ സ്വർഗീയ തലം ഈശോയുടെ തിരുക്കല്ലറയല്ലോ ഈ ബലിപീഠം ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും ഈ ബലിപീഠം ഈശോയുടെ തിരുക്കല്ലറയല്ലോ ഈ ബലിപീഠം ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും ഈ ബലിപീഠം ഇവിടർപ്പിക്കും നീ തിരുയാഗം നമ്മുടെ സൗഭാഗ്യം ഇവിടെ ഉണർത്തും ദൈവസ്തുതികൾ നമ്മുടെ സമ്പാദ്യം ഭൂമിയിലെ സ്വർഗം ഇത് തിരുവുത്ഥാനദിനം അഖിലാണ്ടങ്ങളും ഒരുപോൽ കുമ്പിൽ ഈ സ്വർഗീയ തലം തിരുനിണമാംസം പകുത്തു നൽകാൻ മിശിഹാരാജനിതാ സ്വർഗീയോർശ്ലേം വിരികൾ തുറന്നി തിരുവൽത്താരയതിൽ തിരുനിണമാംസം പകുത്തു നൽകാൻ മിശിഹാരാജനിതാ സ്വർഗീയോർശ്ലേം വിരികൾ തുറന്നി തിരുവൽത്താരയതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ വികാരിച്ച ജോസച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രസിദ്ധേന്തിമാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ഒരു രംഗത്തിൽ ചമ്മട്ടി അടിയേറ്റതിന് ശേഷം ഈശോയെ കൊണ്ടുവന്ന് സകല ജനത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന സമയം പീലാത്തോസ് പറഞ്ഞ വാചകമാണ്, ഇതാ മനുഷ്യൻ. മനുഷ്യത്വത്തിൻ്റെ എല്ലാ വ്രണങ്ങളും എല്ലാ ബലഹീനതകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയവനാണ് യേശു. ഒരേ സമയം ദൈവവും പരിപൂർണമായി മനുഷ്യനുമായി തീർന്ന കർത്താവിൻ്റെ ഈ തിരുസ്വരൂപത്തെ വണങ്ങുകയും
ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ പീഡാനുഭവം ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മൾ ഓരോ കുരിശിൻ്റെ വഴിയുടെയും സ്റ്റേഷൻസ് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ധ്യാനിക്കുമ്പോൾ പ്രകാരം പറയും, ഈ കുരിശ് വഴി അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പ്രിയപുത്രനെ നൽകി. ഈശോ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. For God so loved the world that he gave his only begotten son. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയുടെ നമ്മൾ ബന്ധിതനായ ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി കെട്ടപ്പെട്ട അവിടുത്തെ കരങ്ങളും മുറിയപ്പെട്ട അവിടുത്തെ ശരീരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഈ ലോകത്തെ അനന്തമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ആ സ്നേഹമാണ് നാം ആഘോഷിക്കുന്നത്. കർത്താവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. തൻ്റെ ഏകപുത്രനെ നൽകി ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുവാനും മാത്രം നമ്മൾ അത്രയേറെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ്. നമ്മൾ പാടിക്കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്, യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. അത് വളരെ അർത്ഥവത്താണ്. ഈ ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തൻ്റെ ദൈവം മനുഷ്യന് വേണ്ടി മരിക്കാൻ തക്കവിധം അത്രയേറെ അമൂല്യമായി ദൈവം മനുഷ്യനെ കണ്ടു. ആ ഒരു വലിയ സ്നേഹമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും ഈശോയുടെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ടും പരിശുദ്ധമായ ബലിയും സായാഹ്ന പ്രാർത്ഥനയും നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് രക്ഷ നേടിത്തരുകയും ചെയ്തു. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് രക്ഷ നേടിത്തരുകയും ചെയ്തു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്നുയർത്തുന്നു. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പ്രഭുക്കന്മാരോടൊപ്പം തന്റെ ജനത്തെ ഇരുത്തുന്നു. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു. മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് രക്ഷ നേടിത്തരുകയും ചെയ്തു. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് രക്ഷ നേടിത്തരുകയും ചെയ്തു. വിശുദ്ധ നഗരമായ ജെറൂസലേം പട്ടണത്തിന്റെ നടുവിൽ ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ
എല്ലാ ജനതകൾക്കും രക്ഷ നേടിക്കൊടുക്കും. വിശുദ്ധ നഗരമായ ജെറുസലേം പട്ടണത്തിന് നടുവിൽ ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ എല്ലാ ജനങ്ങൾക്കും രക്ഷ നേടിക്കൊടുക്കും. ജെറൂസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഉടാമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ സംതൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞ് വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു. ചാരം പോലെ ഹിമധൂളി വിതറുന്നു. അവിടുന്ന് അപ്പക്കഷ്ണം പോലെ ആലിപ്പഴം പൊഴിക്കുന്നു. അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്ക് സഹിക്കാനാവും? അവിടുന്ന് കൽപ്പനയയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു. അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രയേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടി അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ നഗരമായ ജെറൂസലേം പട്ടണത്തിന് നടുവിൽ ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ എല്ലാ ജനങ്ങൾക്കും രക്ഷ നേടിക്കൊടുക്കും. വിശുദ്ധ നഗരമായ ജെറുസലേം പട്ടണത്തിന്റെ നടുവിൽ ജീവന്റെ വൃക്ഷം നിലനിൽക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ എല്ലാ ജനതകൾക്കും രക്ഷ നേടിക്കൊടുക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിനെ മഹത്വപ്പെടുത്തുന്നത് നമുക്കുചിതമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിനെ മഹത്വപ്പെടുത്തുന്നത് നമുക്കുചിതമാണ്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെയും മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തമൊഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിനെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് ഉചിതമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിനെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് ഉചിതമാണ്. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതന്റെ അമൂല്യമായ രക്തത്താൽ സകല മനുഷ്യരെയും അങ്ങ് വീണ്ടെടുത്തുവല്ലോ. അങ്ങേ കാരുണ്യപൂർവമായ പ്രവൃത്തി ഞങ്ങളിൽ നിലനിർത്തണമേ. ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം സദാ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണോ ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് പ്രസാദിച്ചു സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് തങ്ങൾ നീതിമാന്മാര് ആണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ തപസ് കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. 2 ആഴ്ചകൾക്ക് ശേഷം നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കർത്താവിൻ്റെ പെസഹാ രഹസ്യങ്ങൾ സാഘോഷം ആഘോഷിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇത്തരുണത്തിൽ നാം ഇവിടെ കെട്ടപ്പെട്ട ബന്ധിതനായ ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ യഥാർത്ഥത്തിൽ ചുമലിൽ വഹിച്ചത്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായിത്തീർന്നു. ഇത് പത്രോസ്ലീഹ തൻ്റെ പ്രസംഗത്തിൽ, ആദ്യ പ്രസംഗത്തിൽ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ്. യഥാർത്ഥത്തിൽ യേശു നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മരണം കൈവരിച്ചതും ഈ പീഡകളിലൂടെ കടന്നുപോയതും എല്ലാം നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ആ വരവിനെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പോലും അങ്ങനെയാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എന്ന്. എല്ലാം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും. അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ രഹസ്യങ്ങൾ കൂടെ കൂടെ ആഘോഷിക്കുവാനും അനുസ്മരിക്കുവാനും ധ്യാനിക്കുവാനും സഭാമാതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് ആണ്ടുതോറും ഇങ്ങനെ ഈ പെസഹ തിരുനാൾ ആഘോഷിക്കുവാനായി നാം മുമ്പോട്ട് വരുന്നത്. ശരിക്കും ഈ ഒരു ആഹ്വാനം അത് ദൈവത്തിൽ നിന്നുള്ളതാണ്.
ദൈവദത്തമാണ്. ആദ്യമായി പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത് കത്തോലിക്ക സഭയല്ല, മറിച്ച് അത് യഹൂദ ജനതയ്ക്ക് ദൈവം നൽകിയ ഒരു കൽപ്പനയാണ്. രക്ഷയുടെ സ്മാരകമായി ആ തിരുനാൾ ആഘോഷിക്കണമെന്ന് ദൈവം നൽകിയ കൽപ്പനയാണ്. അവിടെ ഇതിൻ്റെ അർത്ഥം മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ചടങ്ങും അവർ വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടിയുടെ ചോദ്യം, എന്താണ് ഈ തിരുനാളിൻ്റെ അർത്ഥം? വീട്ടിലെ ഏറ്റവും തലമൂത്ത കാരണവര് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണ്? ഇതെല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു ചടങ്ങാണ്. യഹൂദരുടെ ഇടയിൽ ഒരു പെസഹ തിരുനാൾ നടക്കുമ്പോൾ പെസഹ മേശയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഈ കുഞ്ഞ് ചിലപ്പോൾ കഴിഞ്ഞ വർഷവും ഈ കുഞ്ഞ് തന്നെയായിരിക്കും ഈ ചോദ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷവും ഈ മനുഷ്യൻ തന്നെ അതേ ഉത്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകും. എന്നാലും അത് ഒരു ചടങ്ങായി, ഒരു അനുഷ്ഠാനമായി ആ ആഘോഷങ്ങളുടെ ഇടയിൽ ദൈവം വച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം വർഷങ്ങൾക്ക് അപ്പുറം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ എന്തിനാണ് ഈ ആഘോഷം, എന്താണ് ഈ ആഘോഷങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അർത്ഥം, അതിൻ്റെ പിന്നിലെ സംഭവം, ചരിത്രം എന്താണ് എന്ന് മറക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലെങ്കിൽ ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ്, ഇങ്ങനെ ഒരു അനുഷ്ഠാനം, ആചാരം യഹൂദരുടെ ഇടയിൽ വച്ചിരിക്കുന്നത്. തങ്ങൾ എങ്ങനെയുള്ള മനുഷ്യരായിരുന്നു, എങ്ങനെയാണ് ഈ കാനാൻ ദേശത്തേക്ക് വന്നത്, ആരാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്, ഇക്കാര്യങ്ങളാണ് ഈ തിരുനാളിൽ അവർ പ്രധാനമായും ഓർമ്മിക്കുന്നത്. അവർ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ പോലും അത് വെളിവാക്കപ്പെടുന്നുണ്ട്. കൈപ്പിലകൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അവർ സഹിച്ച വേദനകളുടെയും പ്രയാസങ്ങളുടെയും പ്രതീകമായിട്ടാണ് കയ്പ് അവർ സ്വീകരിക്കുന്നത്. നമ്മുടെ ചില പള്ളികളിലൊക്കെ കുരിശാരാധന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ പാവയ്ക്ക നീര് നൽകുന്നതിൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ബന്ധം ഇതാണ്. ഇത് ഈ തിരുനാൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബന്ധിതനായി ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഈശോയുടെ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എന്തിനാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്? നമ്മളെ രക്ഷിക്കുവാനായി കറയും ചുളിവും പാപവും ഇല്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ മുഴുവനും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്കായി സ്വന്തം ജീവൻ അർപ്പിച്ചതിൻ്റെ ഓർമ്മയാണ്. ആ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് ഈ പ്രത്യേക തിരുനാളിലൂടെ നാം ചെയ്യുന്നത്. കേരളക്കരയിലും പ്രത്യേകിച്ച് കൊല്ലം രൂപതയിലും ഒക്കെ പ്രത്യേകം കണ്ടുവരുന്ന ഒരു ഭക്തി പ്രകടനമാണ് കൈകെട്ടിയ ഈശോ, അഥവാ അതങ്ങനെയല്ല പറയേണ്ടത്, ബന്ധിതനായ ഈശോയുടെ അല്ലെങ്കിൽ കെട്ടപ്പെട്ട ഈശോയുടെ ഈ ഒരു തിരുനാൾ അല്ലെങ്കിൽ ഈ തിരുസ്വരൂപം മിക്കവാറുമുള്ള നമ്മുടെ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഉണ്ട്. പ്രസിദ്ധമായ തുയ്യം ഇടവകയിലും ആ തിരുസ്വരൂപം കൊണ്ടുവന്നിരിക്കുന്നത് ബെൽജിയത്ത് നിന്നാണ്. അതും ഞങ്ങളുടെ സഭയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ കേരളക്കര മുഴുവനും കർമ്മലീത്ത മിഷണറിമാരുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെയും വിശ്വാസ പരിശീലനത്തിൻ്റെയും ഒരു ഫലമായി ഉണ്ടായതാണ് ഈ കേരള സഭ. അതുകൊണ്ട് തന്നെ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു തിരുസ്വരൂപമാണ് ഈ ഇതാ മനുഷ്യൻ എച്ചോ ഹോമോ എന്ന് പറയുന്ന ആ തിരുസ്വരൂപം. അതുകൊണ്ടാണ് ഈ ഒരു ഭക്തി എവിടെയൊക്കെ കർമ്മലീത്ത മിഷണറിമാർ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അത് വ്യാപിച്ചിട്ടുള്ളത്. കർമ്മലീത്ത സഭയിലെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ഈ ഭക്തി നമ്മുടെ ഇടയിലേക്ക് ഉടലെടുത്തത്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ഏകദേശം 20 വർഷത്തോളം പ്രാർത്ഥിക്കുവാനും ആത്മീയ ജീവിതത്തിൽ ഉയരുവാനുമായി കഠിനമായി പ്രയത്നിച്ചിരുന്നു.
അമ്മ ത്രേസ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ റൈസിങ് ആൻഡ് ഫോളിങ്, ഉയർച്ചയും താഴ്ചയുടെയും ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഈശോയുടെ ഈ ഛായാചിത്രം, ഈ തിരുസ്വരൂപത്തിലേക്ക് സ്നേഹപൂർവ്വം നോക്കിയപ്പോൾ അവൾ മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുക. അതിനുശേഷം അതൊരു ലൈഫ് ഓഫ് കൺവേർഷൻ എന്നാണ് അമ്മ ത്രേസ്യ അതിനെ വിളിക്കുന്നത്. ലൈഫ് ഓഫ് കൺവേർഷൻ, മാനസാന്തരത്തിൻ്റെ ഒരു ജീവിതം. അതിനു മുമ്പ് അമ്മ ത്രേസ്യ പാപകരമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാലും ദൈവത്തിന് വേണ്ടി മാത്രം എന്നുള്ള ഒരു ജീവിതം അമ്മ ത്രേസ്യയ്ക്ക് വന്നത്, പ്രാർത്ഥനയിൽ പരിപൂർണത പ്രാപിച്ചത്, നിത്യമായ ഒരു ദൈവിക ഐക്യത്തിലേക്ക് അമ്മ ത്രേസ്യ പ്രവേശിച്ചത് ഈശോയുടെ ഈ ഒരു തിരുസ്വരൂപം കണ്ടുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ മാനസാന്തരം, നല്ല ജീവിതം, പാപങ്ങളിൽ നിന്നുള്ള ഒരു അകൽച്ച, അതാണ് ഈശോയോടുള്ള ഈ ഭക്തിയുടെ അർത്ഥം അല്ലെങ്കിൽ ആഴമെന്ന്. കൊല്ലം രൂപതയിലെ പ്രസിദ്ധമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മുടെ വിശ്വാസികളെക്കാൾ അധികമായി വരുന്നത് അന്യമതസ്ഥരാണ് കൂടുതലും വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിക്കൊണ്ടു പോകുന്നത്. വിവിധങ്ങളായ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയരായി അവർ ഈശോയുടെ അടുക്കിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആ തിരുസ്വരൂപത്തെ നോക്കി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി പോകുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും ജനനിബിഡമാണ് ആ സ്ഥലം. പക്ഷെ നാം ഈ ഒരു ഭക്തി സഭയിൽ കൊണ്ടുവന്നതിന് പിന്നിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുക എന്നതല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന പിതാവ് ഇപ്രകാരം ഒരിക്കൽ പറയുകയുണ്ടായി, യേശുവിന് കൂടുതൽ ഭക്തന്മാർ ആവശ്യത്തിനും അതിലധികവും ഉണ്ട്, എന്നാൽ ശിഷ്യന്മാരുടെ എണ്ണം വളരെ കുറവാണ്. കർത്താവായ യേശുവിന് ആവശ്യത്തിനും അതിലധികവും ഭക്തന്മാരുടെ എണ്ണം കൂടുതലാണ്, എന്നാൽ ശിഷ്യന്മാർ വളരെ വിരളവുമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തന്മാരാകാൻ വേണ്ടിയിട്ടല്ല, ചില കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് തിരികെ പോകുവാനും വീണ്ടും ഭക്തി അനുഷ്ഠിക്കാനുമൊന്നുമല്ല. ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എന്താണ് യഥാർത്ഥ ഭക്തി എന്നും അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സ്വയംകൃത ചരിത്രത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് അമ്മ ത്രേസ്യ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ ഒരു ഹെഡിങ് തന്നെ ഫൂളിഷ് ഡിവോഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. നമ്മൾ ആരോടാണോ ഭക്തി പ്രകടിപ്പിക്കുന്നത് അവരുടെ തിരുസ്വരൂപങ്ങൾ ഇങ്ങനെ അലങ്കരിക്കുകയും പൂക്കളും ദീപങ്ങളും ധൂപവും ഒക്കെ അർപ്പിക്കുന്നത് നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങളാണ്. യഥാർത്ഥ ഭക്തിയുടെ അത് പ്രകടനങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആരോടാണോ ഭക്തി പ്രകടിപ്പിക്കുന്നത്, ആ ജീവിതം അനുകരിക്കുന്നതാണ്. അതില്ലാതെ ഇതെല്ലാം ചെയ്താൽ അതൊക്കെ ഭോഷത്തരമാർന്ന ഭക്തകൃത്യങ്ങൾ എന്നാണ് അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിന് നാം ഈശോയുടെ അടുത്ത് പോകണം, ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട്. ഈ പരിശുദ്ധമായ തപസ് കാലം തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്, നമ്മുടെ ജീവിത നവീകരണം. അതുകൊണ്ടാണ് ഇന്ന് പല ധ്യാനങ്ങളുടെയും പേര് ജീവിത നവീകരണ ധ്യാനമെന്നാണ്. അല്ലാതെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടെത്തി കൊടുക്കുന്ന ധ്യാനമെന്നോ മദ്യപാനവും പുകവലിയും മാറ്റിക്കൊടുക്കുന്ന ധ്യാനമോ അങ്ങനെയല്ല. രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ധ്യാനമോ ഒന്നല്ല. ധ്യാനം ജീവിത നവീകരണമാണ്. ജീവിത നവീകരണ ധ്യാനമെന്ന പലരും ഇപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിരുസഭ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ ഈ ഛായാചിത്രത്തിലേക്ക് അമ്മ ത്രേസ്യ നോക്കിയതുപോലെ നോക്കുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ഈശോയിലേക്കൊരു നോട്ടം തൊടുത്തുവിട്ട ഒരു വ്യക്തിയെ നമ്മൾ വായിക്കുന്നുണ്ട്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ഈശോയെ നോക്കി, ഈശോ അവനെ നോക്കി. ആ നോട്ടം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. പുറത്തു പോയി അവൻ വാവിട്ട് കരഞ്ഞു എന്നത്. ഹി ക്രൈഡ്
ബിറ്റർലി എന്ന സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരാളുടെ നോട്ടം ഇത്ര കണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നത് എങ്കിൽ നാമും ഈശോയിലേക്ക് നോക്കുക വഴി നമ്മുടെ ജീവിതം പരിവർത്തനത്തിലേക്ക് നയിക്കപ്പെടണം. നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രീതികളിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. അതിനെ പറയുന്നത് ഓൺ ഗോയിങ് കൺവേർഷനാണ്, നിരന്തരമായ മാനസാന്തരമാണ്. അനുദിന ജീവിതത്തിൽ വിശുദ്ധ ലിഖിതം പറയുന്നത് നീതിമാൻ പോലും 7 പ്രാവശ്യം വീഴുന്നു എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ അനുദിനം നമുക്ക് കർത്താവിൻ്റെ കരുണയും കൃപയും ആവശ്യമാണ് വിശുദ്ധ ജീവിതം നയിക്കുവാനായി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വസന്തകാലമാണ് തപസ് കാലം. പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം, ദാനധർമ്മം എന്നിവ വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ സൗന്ദര്യം വീണ്ടെടുക്കുവാൻ ഈശോയുടെ ഈ പീഡാസഹനം, നമ്മളൊക്കെ സൗന്ദര്യമുള്ളവരായി തീരുവാനായിട്ട് ഈശോ വിരൂപനാക്കപ്പെട്ടു. നമ്മളൊക്കെ ആരോഗ്യമുള്ളവരായി തീരാൻ വേണ്ടി കർത്താവ് ക്ഷതങ്ങളേറ്റു. നാം സ്വതന്ത്രരാകാൻ വേണ്ടി അവൻ്റെ കൈകൾ ബന്ധിതമായി. നാം ജീവനുള്ളവരായി തീരാൻ വേണ്ടി അവൻ തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചു. ഇതൊക്കെയാണ് നാം ഈശോയുടെ ആ തിരുസ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോൺ ഹെൻറി ന്യൂമൻ എന്ന പ്രസിദ്ധനായ കർദിനാൾ ഇപ്രകാരം പറയും: ഈശോയുടെ കുരിശ് ഒരു അപമാനത്തിൻ്റെ ചിത്രമല്ല. ചരിത്രത്തിൽ അത് ഒരു അപമാനമായിട്ടോ തോൽവിയായിട്ടോ കണക്കാക്കപ്പെട്ടാലും അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും ദൈവകൃപാവരത്തോടുകൂടെ നോക്കുമ്പോൾ അത് ഏറ്റവും വലിയ വിജയമാണ്. നമ്മുടെ ജീവിതത്തെ പിശാചിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമൊക്കെ രക്ഷിച്ച കർത്താവിൻ്റെ സിംഹാസനമാണ് കുരിശ്. അതുകൊണ്ടാണ് കുരിശിൽ മാത്രമാണ് ഈശോ രാജാവായി വലിയ തോതിൽ അറിയപ്പെടുന്നത്. നമ്മൾ ക്രിസ്തുരാജൻ്റെ രൂപം കാണുമ്പോഴും അവിടെ നമ്മൾ വെച്ചു കൊടുത്തതാണ് ആ റോബും ആ തുണിയും കിരീടവും ഒക്കെ. ഒരിക്കലും ഈശോ അങ്ങനെ ഒരു സാധനമൊക്കെ ഇട്ട് നിന്ന് നമ്മൾ കാണുന്ന ഈ പോസ്റ്ററിലൊന്നും നിന്നിട്ടില്ല. പക്ഷെ ഈശോ രാജാവായി പ്രഘോഷിക്കപ്പെട്ടത് ഇതിലാണ്, ഈ കുരിശിലാണ്. രാജാവ് ആയ ഈശോ കുരിശാകുന്ന സിംഹാസനത്തിൽ മുൾക്കിരീടമായി കിരീടം ധരിച്ച് തലയ്ക്ക് മുകളിൽ താൻ രാജാവാണ് എന്ന് വലിയൊരു ലിഖിതത്തിൽ യേശു കാണപ്പെടുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയൊരു രാജകീയത കുരിശ് തന്നെയാണ്. കുരിശിൽ തന്നെയാണ് ഈശോ യഥാർത്ഥ രാജാവായി പ്രജകൾക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈ രാജാവായി നിലകൊള്ളുന്നത്. നമ്മൾ ഈശോയുടെ തിരുനാൾ, കൈകെട്ടി ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നവീകരിക്കേണ്ടത് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളാണ് ഈശോയ്ക്ക് മുറിവുകളായി തീർന്നത്. ഇതൊരു ആത്മീയമായ വിചിന്തനമാണ്, ആത്മീയമായ ഒരു സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷനാണ്. എന്നാലും അതിന് വലിയൊരു അർത്ഥമുണ്ട്. നമുക്ക് വേണ്ടിയാണ് ഈശോ ക്ഷതമേൽക്കപ്പെട്ടത്. ഇതാണ് അമ്മ ത്രേസ്യയ്ക്കുണ്ടായ ഒരു വികാരം. മറ്റെല്ലാവരും കടന്നു പോയതുപോലെ അമ്മ ത്രേസ്യയും ആ തിരുസ്വരൂപത്തെ നോക്കി കടന്നു പോയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും നമുക്കുണ്ടായിരിക്കുന്നത് പോലെ ഒരു വിശുദ്ധയായ അമ്മ ത്രേസ്യയായി മാറുകയില്ലായിരുന്നു. മറിച്ച് എന്തിനു വേണ്ടിയാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു പേഴ്സണലൈസ്ഡ് ഒരു എക്സ്പീരിയൻസ്, സ്വന്തമാക്കപ്പെട്ട അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവമാണ്. അവളുടെ ക്രിസ്താനുഭവം തികച്ചും വ്യക്തിപരമാണ്. വായിച്ചറിഞ്ഞതോ ക്ലാസ്സുകളിൽ കേട്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രഘോഷണങ്ങളിൽ നിന്ന് അറിഞ്ഞതോ അല്ല, വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരം. നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടായിട്ടുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങളൊക്കെ ഇല്ലാത്തതായിട്ട് ആരുമില്ല. നമ്മളും വേദനിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്ത്വനവും ഒരു അനുഭവമായി അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ. അവിടെയൊക്കെ യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത്, അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, വ്യക്തിപരമായ ആ ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ
നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനോ മാറ്റുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈശോയുടെ അടുക്കിലേക്ക് പോയി പ്രാർത്ഥിക്കുമ്പോൾ, അനുദിനം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, അങ്ങ് എത്രയോ മനുഷ്യരെയാണ് വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചത്. അങ്ങയുടെ പീഡാനുഭവം എത്രയോ മനുഷ്യാത്മാക്കൾക്ക് രക്ഷയായി തീർന്നു. അത് ധ്യാനിക്കും തോറും സ്നേഹം ഉളവാകുന്ന ഒന്നാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം തൻ്റെ പുത്രനെ, ഏകജാതനെ നമുക്ക് വേണ്ടി തരാൻ മടി കാണിക്കാത്ത അത്ര വലിയ സ്നേഹം നമ്മളോട് പ്രകടിപ്പിച്ചു. നമുക്ക് ഇന്ന് 5, 6, 7 മക്കളുണ്ടായാൽ പോലും ഒന്നിനെ ദൈവത്തിന് കൊടുക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. പലതരം കാരണങ്ങളുണ്ട്. ദൈവവിളികൾ കുറഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിന് കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സില്ലാത്തത് അതൊരു കാര്യമാണ്. അതിന് പലപ്പോഴും പറയുന്ന മാതാപിതാക്കൾ പറയുന്ന ഒരു കാരണമാണ്, ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, ഒറ്റ മോനേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും ഇവനേ ഉള്ളൂ, അല്ലെങ്കിൽ ആണായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു പെൺകുട്ടിയാണ്. അവിടെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഈശോ പറയുന്നത്. ദൈവം തൻ്റെ ഏകജാതനെ, തനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരേ ഒരു പുത്രനെ ലോകത്തിന് നൽകാൻ മടി കാട്ടിയില്ല. അതാണ് ദൈവസ്നേഹം. ആ സ്നേഹം അനുഭവിച്ചവരാണ് നമ്മൾ. ആ സ്നേഹത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരാണ് നാം. ആ സ്നേഹം എങ്ങനെ പ്രകടമാക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ അവസാനമായി ശിഷ്യന്മാരെ വിളിച്ചതും അങ്ങനെയാണ്. ഇനി മുതൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ഈശോയുടെ സ്നേഹിതന്മാരാണ്. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിനായി സമർപ്പിക്കാം. ഒരു കാര്യം കൂടി, ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വിശ്വപ്രസിദ്ധനായ ഡേവിഡ് സ്റ്റേൺബർഗ് എന്ന ഒരു ജർമ്മൻ ചിത്രകാരൻ, അദ്ദേഹം ഒരിക്കൽ ഒരു ജേഴ്സി പെൺകുട്ടിയെ മോഡലാക്കി നിർത്തിക്കൊണ്ട് ഒരു ചിത്രം വരയ്ക്കുകയായിരുന്നു. അവൾ ഇങ്ങനെ മോഡലായി നിൽക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പകുതി വരച്ച് തീർത്ത ഒരു ചിത്രത്തിൻ്റെ നേർക്ക് ഇവളുടെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ഈ ഡേവിഡ് സ്റ്റേൺബർഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രൈസ്തവനല്ല. ക്രൈസ്തവനാണെങ്കിലും ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ല. അദ്ദേഹം ഒരു ജീവിതം വെറുതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം വരച്ച് തീർക്കാത്തൊരു ചിത്രമെന്ന് പറയുന്നത് ക്രൂശിതനായ ഈശോയുടെ മുഖമാണ്. ക്രൂശിതനായ ഈശോയുടെ മുഖം. ഈ പെൺകുട്ടി ഈശോയെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ല, കണ്ടറിവില്ല, ഒന്നും ഇല്ലാത്ത ഈ പെൺകുട്ടി ഈ മനുഷ്യനോട് ചോദിച്ചു, ആരാണ് ഇത്ര നീചമായി നികൃഷ്ടമായ മരണപ്പെടാൻ, അല്ലെങ്കിൽ ഇത്രയും തീവ്രമായ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഈ മനുഷ്യന്റെ പേരെന്താണ്, ആരാണിത്? ഉടനെ സ്റ്റേൺബർഗ് പറഞ്ഞു, ഇത് ക്രിസ്തുവാണ്. ഇവൻ ലോകത്തിന്റെ രക്ഷയ്ക്കായി, എല്ലാവരുടെയും രക്ഷയ്ക്കായി മരിച്ചു. എല്ലാവരുടെയും രക്ഷയ്ക്കായി മരിച്ചു. അത് അദ്ദേഹത്തിനുള്ളൊരു അറിവായിരുന്നു. ഉടനെ ഈ പെൺകുട്ടി ഈ മനുഷ്യനോട് ചോദിച്ചു, ഈ മനുഷ്യൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ, ഈ മനുഷ്യൻ താങ്കൾക്കും വേണ്ടി കൂടി മരിച്ചുവോ? ഈ ചോദ്യം കേട്ട സ്റ്റേൺബർഗ് പെട്ടെന്ന് വലിയൊരു ചിന്ത അവനിലുണ്ടായി. ഉടനെ ആ പെൺകുട്ടിയെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, പിന്നീട് വരിക, ചിത്രം പിന്നീട് പൂർത്തിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അവൻ ആ ചിത്രം പൂർത്തിയാക്കി. പെട്ടെന്ന് യേശുവിൻ്റെ ചിത്രം എടുത്ത് പൂർത്തിയാക്കിക്കൊണ്ട് താഴെ ഇങ്ങനെ എഴുതി വച്ചു, ഐ ഡിഡ് ഫോർ യു ദിസ്, വാട്ട് ഡു യു ഡു ഫോർ മീ? ഞാനിത് നിനക്ക് വേണ്ടി ചെയ്തു, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്യുക? യേശു നിനക്ക് വേണ്ടി കൂടിയിട്ടാണോ മരിച്ചത് എന്നുള്ള ആ പെൺകുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പരിവർത്തനമുണ്ടായി. അവൻ ഉടനെ യേശു എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചതെന്നുള്ള വലിയൊരു അറിവിലേക്ക് വന്നു, വലിയൊരു അനുഭവത്തിലേക്ക് വന്നു. ആ ചിത്രത്തിന് ഇന്നും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയും. ആ ചിത്രം കാണുന്നവരും വായിക്കുന്നവരും ഒക്കെ അനേകം മാനസാന്തരത്തിന് അനുഭൂതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്രകാരം ഒരു ചിത്രമാണ്, അപ്രകാരം ഒരു തിരുസ്വരൂപമാണ് കൈകെട്ടി ഈശോയുടെയും ചിത്രം.
ഈശോ നമ്മളോടും ചോദിക്കുന്നുണ്ട്, ഞാനിത് നിനക്ക് വേണ്ടി ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുക? പ്രിയ സഹോദരങ്ങളെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധ ജെറോം നൽകിയതുപോലെ, കർത്താവെ, പാപമല്ലാതെ എൻ്റേതായ സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, അതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. അത് സ്വീകരിച്ച് എന്നെ പരിശുദ്ധനാക്കണമേ, എൻ്റെ ജീവിതത്തെ പരിപൂർണമാക്കണമേ, വിശുദ്ധീകരിക്കണമേ, ഈ തപസ് കാലം അനുഗ്രഹപൂർണമാക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഭക്തിപൂർവ്വം ഈ ദിവ്യബലിയും സായന പ്രാർത്ഥനയും തുടരാം. ക്രൂശിതനായ ഈശോ നമ്മെ ഓരോരുത്തരെയും തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കട്ടെ. ആമേൻ.